നമസ്കാരം. ഏവർക്കും ഗംഗോത്രി വേദിക്സിലേക്ക് സ്വാഗതം. രാമായണ മാസം ആരംഭിക്കുകയായി. 2024 ജൂലൈ 16 ചൊവ്വാഴ്ച കർക്കിടകം 1 പിറക്കുകയാണ്. ഓഗസ്റ്റ് 16 വരെയാണ് കർക്കിടകം ഉള്ളത്. ഭാരതത്തിന്റെ സംഭാവനയായ 2 ഇതിഹാസങ്ങൾ ഒന്നാണ് രാമായണം. വാൽമീകി രചിച്ച രാമായണം കാവ്യരൂപത്തിലുള്ള ആദ്യ കൃതിയാണ്. അതുകൊണ്ട് ഇതിനെ ആദിമകാവ്യം എന്ന് അറിയപ്പെടുന്നു. രാമായണം എന്നാൽ രാമന്റെ യാത്ര എന്നാണ്. രാമന്റെ ജീവിതത്തിലൂടെയുള്ള യാത്ര. വാൽമീകി രാമായണത്തിൽ 7 കാണ്ഡങ്ങളും 24,000 ശ്ലോകങ്ങളുമാണ് അടങ്ങിയിട്ടുള്ളത്. രാമായണ ഇതിഹാസത്തിന്റെ മലയാള വിവർത്തനം അധ്യാത്മ രാമായണം കിളിപ്പാട്ട് എന്ന പേരിൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ കേരളീയർക്ക് സമർപ്പിച്ചു. ഇനി രാമായണ പാരായണത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ള കുറെ സംശയങ്ങൾക്ക് ഉത്തരം നൽകാം. ഇതിൽ ആദ്യത്തെ സംശയം, രാമായണം വായിക്കേണ്ടത് എപ്പോഴാണ്? രാമായണം വായിക്കേണ്ടത് ബ്രഹ്മയാമത്തിൽ, ബ്രഹ്മമുഹൂർത്തത്തിൽ വായിക്കാം. ബ്രഹ്മയാമവും ബ്രഹ്മമുഹൂർത്തവും എന്താണെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് 5 തൊട്ടിട്ട് അല്ലെങ്കിൽ ഒരു സൂര്യോദയത്തിന് മുമ്പ് ഉള്ള 48 മിനിറ്റ് ആണ്. അപ്പൊ ആ സമയം തൊട്ട് രാവിലെ ഒരു 9-10 മണി വരെയുള്ള സമയം നമുക്ക് രാമായണം വായിക്കാം. വൈകുന്നേരമാണെങ്കിലോ ഒരു 6 തൊട്ട് സെയിം ഒരു 9 മണി, മാക്സിമം ഒരു 9 വരെ. 9 കഴിഞ്ഞാൽ രാമായണം വായിക്കണ്ട. ഇതാണ് രാമായണം വായിക്കുന്നതിന്റെ ടൈമിംഗ്. അടുത്തൊരു സംശയമാണ് രാമായണ പാരായണം എങ്ങനെ തുടങ്ങണം എന്നുള്ളത്. രാമായണം വായിക്കുന്നതിന് മുന്നേ ഒരു നിലവിളക്ക് കത്തിച്ചു വെക്കുക. 5 തിരിയിട്ടതായാൽ അത്യുത്തമം. 2 തിരിയായാലും കുഴപ്പമില്ല. 5 തിരിയിടാൻ പറഞ്ഞത് പ്രകൃതിയിൽ ഒരു നെഗറ്റീവ് എനർജി ഉള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് ഈ കൈ ദക്ഷിണായന മാസം അല്ലെങ്കിൽ കർക്കിടക മാസത്തിൽ അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ഉള്ളതുകൊണ്ട് കൂടുതൽ പ്രാണോർജം സ്പ്രെഡ് ചെയ്താൽ അത് നമ്മളുടെ ചുറ്റുവട്ടത്ത് പോസിറ്റീവായി നല്ലതായി ഭവിക്കും. അതുകൊണ്ടാണ് 5 തിരിയിടാൻ പറഞ്ഞത്. ഇല്ല 2 തിരിയായാലും കുഴപ്പമില്ല. ഇവിടെ ഒരു നിർബന്ധവും എങ്ങും ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഉചിതമായ രീതിയിൽ വിളക്ക് കത്തിക്കാവുന്നതാണ്. ഒരു നിലവിളക്ക് കത്തിച്ചു വെക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഈ നിലവിളക്കിന് ചുവട്ടിലായി ഒരു തുളസി ഇല, പൂക്കൾ. കാരണം വിഷ്ണുവിന്റെ കഥകളാണ് അല്ലെ, വിഷ്ണുവിന്റെ അവതാരമാണ് രാമൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു തുളസിയില ആ വിളക്കിന് മുമ്പിൽ സമർപ്പിക്കുക. അതിനുശേഷം രാമായണം പാരായണം തുടങ്ങാവുന്നതാണ്. ഇനി പൊതുവെ എല്ലാവരും പറയും രാമായണം വായിച്ചു തുടങ്ങുമ്പോൾ വലതുഭാഗത്ത് നിന്ന് തുടങ്ങണം, വലതുഭാഗത്ത് അവസാനിപ്പിക്കണം, നല്ല ഭാഗം വേണം തുടങ്ങാനും, നല്ല ഭാഗം വേണം, അതായത് മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ വേണം അവസാനിപ്പിക്കാനും എന്ന്. ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ, മുട്ടുന്യായങ്ങൾ പറഞ്ഞ് എല്ലാവരും ഈ രാമായണ പാരായണത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. കാരണം അങ്ങനെയൊന്നും മെനക്കെടാൻ ഇന്നത്തെ കാലത്ത് ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നു, അങ്ങനെ ഒരു കണ്ടീഷനും വെക്കണ്ട. നിങ്ങൾക്ക് വായിച്ചു തുടങ്ങുക. നിങ്ങളൊരു സബ് ടൈറ്റിൽ കാണുന്നത് നിർത്തുക. ആ സബ് ടൈറ്റിൽ തൊട്ട് അടുത്ത സബ് ടൈറ്റിൽ വരെ വായിക്കുക. ഇങ്ങനെ വായിച്ച് നിങ്ങൾക്ക് ഒരു ദിവസം എത്ര പേജോളം വായിക്കാൻ പറ്റുമോ അത്രയും പേജ് വായിച്ച് 30 ദിവസം കൊണ്ട് തീർക്കുക. അടുത്ത എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ്, രാമായണം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് തടസ്സം വന്നാൽ, അതായത് സ്ത്രീകൾക്ക് മാസമുറയൊക്കെ വന്നു കഴിഞ്ഞാൽ 6-7 ദിവസം തടസ്സം വരും. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട്, ഇല്ലെങ്കിൽ പോലെയോ വാലായ്മയോ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ തടസ്സം വന്നാൽ എന്ത് ചെയ്യും? ആ സമയങ്ങളിൽ നിങ്ങൾ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഈ നാമം ജപിക്കുക. എത്രയും ജപിക്കാൻ പറ്റുമോ അത്രയും ജപിക്കുക. ബാക്കി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ബാക്കി നിങ്ങൾ വായിച്ചതിന്റെ പിന്തുടർച്ചയായി ബാക്കി വായിക്കാവുന്നതാണ്. ഈ കർക്കിടകം തീരുന്നതിന് അകത്ത് നിങ്ങൾക്കത് വായിച്ച് തീരാൻ സാധിച്ചില്ലെങ്കിൽ ചിങ്ങമാസം കൊണ്ടാണെങ്കിലും നിങ്ങൾക്ക് ആ ഭാഗം, അല്ലെ നിങ്ങളുടെ തീർക്കേണ്ട ഭാഗം വായിച്ച് ഫിനിഷ് ചെയ്യാവുന്നതാണ്. അതില് ഒരു പാപവുമില്ല, ഒരു തെറ്റുമില്ല.
ഇനി അടുത്ത ഒരു രസകരമായ സംശയം എന്ന് പറയുന്നത് ത്രിസന്ധ്യയ്ക്ക് രാമായണം വായിക്കാമോ എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് പ്രചരിപ്പിച്ച ഒരു കിംവദന്തിയാണ് രാമായണം വായിക്കരുത് ത്രിസന്ധ്യയ്ക്ക്. കാരണം ഹനുമാൻ സ്വാമി ശ്രീരാമചന്ദ്ര ദേവനെ ഭജിക്കുന്ന സമയമാണ്. ആ സമയത്ത് രാമായണം വായിച്ചാൽ ഹനുമാൻ കോപിക്കും. എന്ത് വിഡ്ഢിത്തരമാണ് ഈ പറയുന്നത് അല്ലെ? ഹനുമാൻ സ്വാമിക്കും ഗുരുക്കന്മാർക്കും എന്ത് കാലം? അവർക്ക് പ്രഭാതമോ പ്രദോഷമോ ഒന്നുമില്ല. ഇവർ കാലാതീതരാണ്. മനുഷ്യനാണ് കാലങ്ങളൊക്കെ ഉള്ളത്. അത് തന്നെയുമല്ല, ശ്രീരാമചന്ദ്രന്റെ ഏറ്റവും വലിയ ഭക്തനാണ് ഹനുമാൻ. ശ്രീരാമദേവനെ ഭജിക്കുന്ന ഒരു ഭക്തനെ ഹനുമാനെ ഭജിച്ചില്ലെങ്കിലും അദ്ദേഹം അനുഗ്രഹിക്കും. കാരണം ശ്രീരാമദേവനെ ഭജിക്കുന്നത് കൊണ്ട്. അത്ര ഭക്തനാണ് ഹനുമാൻ. അത്ര അഭീഷ്ടദായകനാണ് ഹനുമാൻ. ആ ഹനുമാനെയാണ് ഈ പറഞ്ഞ ആൾക്കാര് ഈ രീതിയിലാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനൊരു കാര്യമേ ഇല്ല. നിങ്ങൾക്ക് വൈകിട്ട് 6 തൊട്ട് രാത്രി 9 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ധൈര്യമായി രാമായണം വായിക്കാം. ഒരു ശങ്കയും വേണ്ട. ഹനുമാൻ സ്വാമി സാധാരണ ഒരു മനുഷ്യനെ പോലെയുള്ള മനസ്സുള്ള ആളല്ല. മനുഷ്യനെ പോലെ കുശുമ്പും ദേഷ്യവും അസൂയയും അങ്ങനെയൊന്നുമുള്ള ആളല്ല. അദ്ദേഹം ത്രികാലജ്ഞാനിയാണ്. ആ അദ്ദേഹത്തിന് ശ്രീരാമചന്ദ്രസ്വാമിയെ ഭജിക്കുന്നവരുടെ എന്തിനാണ് അസൂയ, എന്തിനാണ് ദേഷ്യം, എന്തിനാണ് കോപം? അദ്ദേഹത്തിന് സന്തോഷമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ശ്രീരാമചന്ദ്രസ്വാമിയെ ഭജിക്കുന്ന ഭക്തനെ അദ്ദേഹം അകമഴിഞ്ഞ് അനുഗ്രഹിക്കും. അതാണ് സത്യം. അല്ലാതെ സാധാരണ മനുഷ്യരെ പോലെ ദേഷ്യപ്പെട്ട് ശപിച്ച് പോകുന്ന ആളല്ല. ദൈവത്തെ ഓർത്ത് അങ്ങനെ ആരും പറയരുത്. മറ്റൊരു സംശയമാണ് അഹോരാത്രം രാമായണം വായിക്കുന്ന സന്ദർഭങ്ങളിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് നിർത്തണോ വേണ്ടായോ എന്നുള്ളത്. അഹോരാത്രം എന്നാണ് പറയുക. അതില് എങ്ങും നിർത്താൻ പറഞ്ഞിട്ടില്ല. അത് മനുഷ്യര് ഉച്ചയ്ക്ക് ഉണ്ണുന്നതിന് വേണ്ടി കണ്ടുപിടിച്ച ഒരു ചെറിയ സൂത്രപ്പണി എന്നേ ഉള്ളൂ. അതിൽ യാതൊരു കഴമ്പുമില്ല. അഹോരാത്രം പൂർണ്ണമായി വായിച്ചു നിർത്തുക. അതിനകത്ത് ഇടയ്ക്ക് ഇന്റർവെൽ ഇല്ല. ഇനിയും നിങ്ങൾ ലാസ്റ്റില് രാമായണ പാരായണം നിർത്തുന്ന ദിവസം, അതായത് കർക്കിടകം 30 31, ഈ വർഷം 32 ഉണ്ട്. കർക്കിടകം 32 ഉണ്ട്. ആ ദിവസം നിർത്തുന്ന ദിവസം നമ്മൾ വായിച്ചെല്ലാം നിർത്തിയതിനു ശേഷം ഈശ്വരന് വിളക്കില് ഒരു നേദ്യം കൊടുത്താൽ അത്യുത്തമമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ, അതായത് പഴമോ അല്ലെങ്കിൽ അവലോ മലരോ അല്ലെങ്കിൽ പാൽപായസമോ എന്തെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു നേദ്യം വിളക്കത്ത് വെക്കുക. അങ്ങനെ വെക്കുന്നത് അത്യുത്തമമാണ്. കഴിഞ്ഞ ഒരു 30-32 ദിവസം നമ്മൾ ഇങ്ങനെ ഒരു ഈശ്വര സ്മരണയിൽ അല്ലെങ്കിൽ രാമായണ പാരായണത്തിൽ മുഴുകിയിരിക്കുകയാണ് അല്ലേ. ലാസ്റ്റില് ഭഗവാൻ ഒരു സന്തോഷത്തിന് നമ്മൾ ഇത് വിളക്കിൽ വെക്കുന്നത് അത്യുത്തമമാണ്. എല്ലാവരും അതിനായി ശ്രമിക്കുക. ഒരുവിധപ്പെട്ട എല്ലാ കൊച്ചു കൊച്ചു സംശയങ്ങൾക്കും ഞാനിവിടെ ഉത്തരം പറഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾക്കിനി ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ എന്റെ ചാനലിന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ ആ സംശയം കമന്റായിട്ടിട്ടാൽ അതിന് മറുപടി ഞാൻ പറയുന്നതായിരിക്കും. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ്സും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് എനിക്കൊരു പ്രചോദനമാണ് അടുത്ത വീഡിയോ ഇടാൻ. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അത് വായിച്ച് എനിക്ക് അതിനനുസരിച്ച് ഈ ചാനലിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അതിനെനിക്കൊരു ഊർജ്ജമായിരിക്കും. എല്ലാവരുടെയും സഹകരണം കൂടെ ഉണ്ടാകണം. എല്ലാവർക്കും നല്ലൊരു രാമായണ മാസം ആശംസിക്കുന്നു. എല്ലാവർക്കും ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹം, ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം എപ്പോഴും കൂടെയുണ്ടാവട്ടെ. നിങ്ങളുടെ കുടുംബത്തിനെ എപ്പോഴും സർവേശ്വരൻ കാത്തുരക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.